ഗുഡ് മോർണിംഗ് മിൻ ചേച്ചി. ഗുഡ് മോർണിംഗ് മോളെ. മിൻ ചേച്ചി, ഇപ്പോൾ ഒരു 45 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിനെ കുറിച്ച് പറയാമോ? തീർച്ചയായിട്ടും ഇത് നല്ലൊരു സബ്ജക്റ്റാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഇത് സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകമാണ്. സാധാരണ സ്ത്രീകളിലെ ഒരു 13 വയസ്സ് മുതൽ പീരീഡ്സ് ആകാനായിട്ട് ഉള്ള തയ്യാറെടുപ്പാണ് അല്ലേ. അതേപോലെ തന്നെ പീരീഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 40, 45, 50, 55 വയസ്സാകുമ്പോൾ മെനോപ്പോസിൻ്റെ ടൈമാവും. മെനോപ്പോസ് എന്ന് പറഞ്ഞാൽ ആർത്തവ വിരാമം എന്ന് പറയും. ആ സമയത്ത് സ്ത്രീകൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് മൂഡ് ചേഞ്ച് ചെയ്യുക, പെട്ടെന്ന് ദേഷ്യം വരിക, മാനസികമായ പിരിമുറുക്കങ്ങൾ, വിഷാദം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണത്. കാരണം നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ കുറവ്, ഉൽപ്പാദന കുറവ് കൊണ്ടാണ് പിരീഡ് ഇല്ലാതാകുന്നതും പിരീഡ് നിൽക്കുന്നതുമൊക്കെ. ഇതൊരു പ്രോസസ്സിംഗ് ആണ്, ലൈഫ് പ്രോസസ്സിംഗ് ആണ്. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനുള്ള ചിലർ പറയുന്നിട്ട് എൻ്റെ ശരീരം അങ്ങ് ചുട്ടുപുകയുന്ന ചൂട്, ചിലർ മൂഡ് ഓഫ് ആയിട്ടിരിക്കും അല്ലേ, ഇതൊക്കെ ടെൻഷനായിട്ടിരിക്കും ചില ആൾക്കാർ. ഇതിനൊക്കെ നമ്മൾ കൂടുതലും ചിലർ വിയർക്കും, നന്നായിട്ട് ദേഹം ഫുള്ളങ്ങ് വിയർക്കും അല്ലേ. ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇതിൻ്റെയൊക്കെ സിംറ്റം എന്ന് പറയുന്നത്. ഇത് ലൈഫിൽ നമുക്ക് നേരിടേണ്ട ഒരു കാര്യമാണ്, ഇതെല്ലാവർക്കും ഉള്ളതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ നമ്മളുടെ ഫുഡിൽ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്, അയൺ കണ്ടൻ്റ് അടങ്ങിയ ഫുഡ്, പച്ചക്കറികൾ, സോയ അടങ്ങിയ ഫുഡ്, ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. നമുക്കിഷ്ടമുള്ള കുറച്ച് ഹോബീസ്, ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ട്. ചിലർക്ക് പാടാനുള്ളതായിരിക്കും, ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും, ചിലർക്ക് കലകളായിരിക്കും, ചിലർക്ക് പാചകമായിരിക്കും. ഇതൊക്കെ സ്വന്തമായിട്ട് നമുക്ക് സന്തോഷം തരുന്ന ഹോബികളിലേക്ക് സ്ത്രീകൾ കൂടുതൽ ഇൻവോൾവ് ആവണം. ഇതൊരു അസുഖമോ ഒന്നുമല്ല. പിന്നെ ഇത് കൂടുതലായിട്ട് 10-55 വയസ്സായിട്ടും പിരീഡ് നിൽക്കാതെ ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. അല്ല, ഈ പിരീഡ് തുടങ്ങിയ കാലത്തിന് ശേഷം ഇടയ്ക്ക് വെച്ച് പിരീഡ് നിന്നു, ഒരു 10-30 വയസ്സായി അല്ലെങ്കിൽ 25 വയസ്സ്, എത്ര വയസ്സായാലും പിരീഡൊന്നും നിന്ന് കുറേ നാളത്തേക്ക് പിരീഡ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. നല്ല ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇപ്പോൾ. ഓക്കെ, അതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു മിൻ ചേച്ചി.